ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബുർജ് ഖലീഫിൻ്റെ മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഏകദേശം ഒരാൾക്ക് 399 ദിർഹമാണ് വരുന്നത്. ദുബായ് മാളിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഓൺലൈനിലും ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഏകദേശം അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ബുർജ് ഖലീഫിൻ്റെ ഒരു സ്ട്രക്ചർ കാണാം. നല്ല രസമായിട്ട് നല്ല LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ കാര്യം ഇവിടെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അത് 2004 ബുർജ് ഖലീഫ ഉണ്ടാക്കാൻ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വർഷത്തെ പ്രോഗ്രസ് നമ്മൾ ഓരോ വർഷം 2006, 2007, അങ്ങനെ 2008 അങ്ങനെ ഓരോ വർഷത്തെയും പ്രോഗ്രസ് അതിലിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആ സ്ക്രീനിൽ കാണുന്നത് നമ്മളെ ബുർജ് ഖലീഫിൻ്റെ എത്രത്തോളം ഹൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ വീതി, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ള ഒരു സ്ക്രീനാണ്. അപ്പോൾ നമ്മളങ്ങനെ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ലിഫ്റ്റുകളാണ് നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലിഫ്റ്റിൽ ഇതാ സെക്കൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് പോകേണ്ടത് 124ാമത്തെ നിലയിലാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ 124ാമത്തെ നില എത്തിയിട്ടുണ്ട്. 124, 125 നമുക്ക് പോകാൻ കഴിയും. 125 ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. അത് നമുക്ക് 124 കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് 125 പോകാം. ഇതാണ് 124ാമത്തെ നില. ഇതിൻ്റെ മുകളിലാണ് 125 വരുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് സമ്മാനിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ കാഴ്ച, ആകാശ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ദുബായ് എല്ലാ ഭാഗവും നമുക്ക് ഒറ്റ വ്യൂവിൽ തന്നെ 360 നമുക്ക് കാണാൻ കഴിയും. നല്ല ഒരു ഏകദേശം നല്ല ചൂടുള്ള സമയത്തുണ്ട്. ഇവിടെ നല്ല ചൂടുണ്ട്. ഇതിൻ്റെ 125ാമത്തെ നിലയിലാകുമ്പോൾ AC കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നല്ല ചൂടാണ്. നല്ല വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ ചെറുതായിട്ട് കാണാൻ കഴിയും. ചെറിയ വണ്ടികൾ റോഡിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരെ നമുക്ക് ദുബായ് ഫ്രെയിം കാണാൻ കഴിയും. ഇതൊരു വേറെ ബിൽഡിംഗ് ആണ്. ഏറ്റവും ടോപ്പിലൊരു പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഈ ബുർജ് ഖലീഫ കാണാനും വളരെ മനോഹരമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ബുർജ് ഖലീഫ കാണുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. അത് രാത്രിയാവും നമ്മളവിടെ പോകുമ്പോഴത്തേന്. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഹൈറ്റിലാണ് എന്നുള്ളത് കാണാൻ കഴിയുക. അതായത് വളരെ വലിയ ബിൽഡിങ്ങുകൾക്ക് നമുക്ക് കുഞ്ഞൻ ബിൽഡിങ്ങുകളായിട്ടാണ് തോന്നുന്നത്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങാണ് നമ്മുടെ ബുർജ് ഖലീഫ. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏകദേശം രാത്രി ആയിക്കഴിഞ്ഞു. ലൈറ്റ് ഇനി നമ്മൾ 125ാമത്തെ നിലയിലോട്ട് പോവുകയാണ്. മുകളിലാണ് അതിൻ്റെ നിലയുള്ളത്. അവിടെയും നമുക്കിതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ നല്ല ഒന്നും കൂടി ഹൈറ്റിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ അവിടെ കണ്ട് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെയാണ്. കാരണം ഇവിടെ നല്ല AC കാര്യങ്ങളാണ്. താഴത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെയാണ് നമുക്ക് ആ ഒരു കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്.
പിന്നെ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കിട്ടും. താഴത്തുനിന്ന് നമ്മൾ വരുമ്പോൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കും. അത് നമുക്ക് ക്യാഷ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് ആ വ്യൂ. രാത്രി ആയിക്കഴിഞ്ഞു. നല്ല ചെറിയ ചെറിയ ലൈറ്റിൻ്റെ ഇതിൽ നല്ല കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ 125ാമത്തെ നിലയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. ബാഗ്, അതുപോലെ തന്നെ കീ ചെയിൻ, അതുപോലെ തന്നെ ബുർജ് ഖലീഫയിൽ നിന്നുള്ള അതിൻ്റെ കീസ് കാര്യങ്ങളെല്ലാം ഇവിടെ വാങ്ങാൻ കഴിയും. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാം കേട്ടോ. ചെറിയ അഫോർഡബിൾ റേറ്റാണ്. ഏകദേശം ഈ ഒരു സാധനത്തിന് വരുന്ന വെറും 20 ദിർഹമാണ്. വെറും 20 ദിർഹമാണ്. അങ്ങനെ നമുക്ക് അഫോർഡബിൾ ആണ്. നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാട്ടിലും ഇതിൻ്റെ ബുർജ് ഖലീഫിൻ്റെ ടോപ്പിൽ വന്നിട്ട് ഒരു സാധനം വാങ്ങാമെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അത്രയൊന്നുമില്ല, ചെറിയൊരു എമൗണ്ടാണ്. ഇതൊക്കെ ഏകദേശം വരുന്നൊരു 60 ദിർഹമാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു ലൈറ്റൊക്കെ കത്തുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ ബുർജ് ഖലീഫിൻ്റെ ആ ഒരു ലോഗോ ഉണ്ടാവും. ആ ലോകത്തിന് നാലുപുറം അങ്ങനെ തിളങ്ങുന്ന രീതിയിലാണ്, ഒരു ലൈറ്റ് വെച്ച് തിളങ്ങുന്ന രീതിയിലാണ്. നല്ല രസമുണ്ട് കാണാൻ നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ബുക്കുകളുണ്ട് കേട്ടോ. നമ്മുടെ ദുബായ് ഭരണാധികാരിയുടെ ഹിസ്റ്ററി കാര്യങ്ങൾ, ദുബായിയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വായിക്കാൻ താല്പര്യം ആളുകൾക്ക് ഇതിൻ്റെ ടോപ്പിൽ വന്നിട്ട് ഒഴിഞ്ഞിരുന്ന് വായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല നല്ല ബുക്കുകളൊക്കെ ഉണ്ട്. ദുബായിൻ്റെ ഹിസ്റ്ററി സംബന്ധിച്ച ബുക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ യാത്ര നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ഏകദേശം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കാഴ്ച. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ വരും. ഓക്കെ, താങ്ക് യു.